السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في آخر جلسة من جلسات سورة النساء بالحمد لله. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം അന്നിസാ അധ്യായം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ഖിതാമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഖത്തമാണ്. നമ്മളെപ്പോഴും ഖത്തമുൽ ഖുർആനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ, ഖത്തമുൽ സൂറത്തിനെ കുറിച്ച് പറയാം. എല്ലാത്തിനും ഖത്തമുണ്ടല്ലോ. അപ്പോ ഇത് തീരുമ്പോഴത്തേക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം. അവസാന സെഷനിൽ പറയാം. ഇന്നൊരായത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്യാതിരുന്നത് സമയം എങ്ങനെ ദീർഘിച്ചു പോകും എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് സാവകാശം പൂർത്തീകരിക്കാം എന്ന് വിചാരിച്ചതുമാണ്. ഇതിലെ പദങ്ങൾ മിക്കവാറും പഴയ പദങ്ങൾ തന്നെയാണ്. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതിന് മറുപടി അയച്ചിരിക്കുന്നത് പഴയ ഏത് ആയത്തിലാണ് അത് ആദ്യം വന്നത് എന്ന ആയത്ത് നമ്പർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ മറുപടി അയച്ചിരിക്കുന്നത്. അല്ലാത്ത പുതിയ പദങ്ങളൊന്നും തന്നെ ഇതിലില്ല. ഹല്ല് എന്ന പദം ചോദിച്ചിട്ടുണ്ട്. ഹല്ല് അൽ ബക്കറയിലോ അൽ ഇമ്രാനിലോ പഠിച്ചിട്ടുണ്ടോ? എവിടെ പഠിച്ചിട്ടുണ്ട്? അൽ ബക്കറയിലോ അൽ ഇമ്രാനിലോ പഠിച്ചിട്ടുണ്ട്. വേറെ പുതിയ വാക്കൊന്നും ഇതിലില്ല. അപ്പൊ അങ്ങനെ ഖുർആൻ വായിക്കാത്തത് കൊണ്ടാണ് വാക്കുകൾ പുതിയതായി നമുക്ക് തോന്നുന്നത്. ശരി, നമുക്ക് വായിച്ചു നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يستفتونك قل الله يفتيكم في الكلالة إن امرؤ هلك ليس له ولد وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجالا ونساء فللذكر مثل حظ الأنثيين يبين الله لكم أن تضلوا والله بكل شيء عليم. യസ്തഫ്തൂനക, ഇസ്തഫ്ത യസ്തഫ്തി, ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽപ്പെട്ട ശരിയാണ്. ഫത്വ ചോദിക്കുന്നു. ഇസ്തഫ്ത യസ്തഫ്തി, ഫത്വ ചോദിക്കുന്നു. നിന്നോട്, അവർ നിന്നോട് ഫത്വ ചോദിക്കുന്നു. യസ്തഫ്തൂനയിലുള്ള ഹുമ്മാണ് കർത്താവ്, കർമ്മ ഒബ്ജക്റ്റ് മഫ്ഊലുൻ ബിഹി. അവർ നിന്നോട് ഫത്വ ചോദിക്കുന്നു, വിധി ചോദിക്കുന്നു. അല്ലാഹു യുഫ്തീക്കും, അള്ളാഹ് നിങ്ങൾക്ക് അഫ്ത യുഫ്തി. ഇസ്തഫ്ത പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ അധികമായി പറഞ്ഞതാണ് അഫ്ത യുഫ്തി. ഫത്വ നൽകി. ഇസ്തഫ്ത ഫത്വ ചോദിച്ചു. ഇസ്തഗ്ഫറ മഗ്ഫിറത്ത് ചോദിച്ചു. ഗഫറ പുറത്തു കൊടുത്തു.
അഫ്ത വിധി പറഞ്ഞു. അഫ്ത യുഫ്തി ഇവിടെ 5 ഗ്രൂപ്പാണ്. അഫ്ത യുഫ്തി അതിൽ നിന്നാണ് മുഫ്തിൻ വന്നത്. അഫ്ത യുഫ്തിയുടെ എന്താണ് മുഫ്തിൻ? അല്ല. ക്രിയാധാതുവാണ്. ഇസ്മു ഫായില്. ഇസ്മുൽ ഫാഇല. അതിനാണ് നമ്മൾ മുഫ്തി മുഫ്തി എന്ന് വിളിക്കുന്നത്. കാളി കാളി എന്ന് പറയുന്നത്. കാളി മാളി മുഫ്തി ഇതൊന്നും അല്ലില്ലാതെ അങ്ങനെ പറയാൻ പറ്റില്ല. അൽ കാളി, അൽ മുഫ്തി, അതേപോലെ അൽ മാളി ഒക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ദുർബലാക്ഷം അവസാനം വന്ന ക്രിയയ്ക്ക് കർത്താവ് വരുമ്പോഴേക്കും ദുർബലാക്ഷം ഉണ്ടാവില്ല. അപ്പൊ മാലിൻ, കാളിൻ, മുഫ്തിൻ എന്നൊക്കെ പറയാം. മുഫ്തിൻ. അപ്പൊ അഫ്ത യുഫ്തി മുഫ്തിൻ, മുഫ്തൻ, ഇഫ്താഉൻ ഫത്വ നൽകൽ. ഫിൽ കലാല, കലാല നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് മേലോട്ടും താഴോട്ടും ഇല്ലാത്തത്. മേലോട്ടും താഴോട്ടും അനന്തരാവകാശം ഇല്ലാത്തത്. അസ്ലും ഫറഉം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിതാവും പിതാമഹനും അങ്ങോട്ടില്ല, അതേപോലെ പുത്രനും പൗത്രനും താഴോട്ടുമില്ല. കലാല. ഇൻ ഇംറുഉൻ ഹലക. അപ്പൊ ഇവിടെ യസ്തഫ്തൂനക ഫിൽ കലാലയാണ്. യഥാർത്ഥത്തിൽ കലാലത്തിനെ കുറിച്ച് നിന്നോട് ഫത്വ ചോദിക്കുന്നു. എന്നിട്ട് യുഫ്തീകും ഫിൽ കലാല, കലാലയുടെ കാര്യം വിധി നൽകുന്നു എന്ന് 2 പ്രാവശ്യം പറയുന്നതിന് പകരം ഒരു പദം ഒഴിവാക്കിയിരിക്കുക. ആവർത്തനം വരുമ്പോൾ ഭാഷയിൽ അനുചിതമായിരിക്കും എന്നാണ്. ഒരേ പദം ആവർത്തിക്കുന്നു. ഒരേ പദം ആവർത്തിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമാണ്. അതുകൊണ്ട് ഖുർആൻ എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെ ആ വാക്ക് പറഞ്ഞിരിക്കുന്നു. യസ്തഫ്തൂനക വിധി ചോദിക്കുന്നു. ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല, കലാലത്തിന്റെ കാര്യത്തിൽ അള്ളാഹ് നിങ്ങൾക്ക് വിധി നൽകുന്നു. അപ്പൊ വിധി നൽകാൻ യോഗ്യനായവൻ അള്ളാഹയാണ് എന്നത് അവിടെ മറഞ്ഞ രീതിയിൽ വ്യക്തമാണ്. അല്ലെങ്കിൽ അത് ഗോപ്യമായ രീതിയിൽ പറയുന്നു, അവ്യക്തമായി സൂചിപ്പിക്കുക. ഇനി ഇംറുഉൻ ഹലക. ഇംറുവിന്റെ ഏതൊക്കെ രൂപം നമ്മൾ പഠിച്ചു? രൂപഭേദങ്ങളല്ല. ഇംറുഉൻ ഏതെല്ലാം രീതിയിൽ വരും? ഇംറഅത്ത് വന്നു. അൽ വന്നപ്പോൾ എന്തായി? ഇമ്രുനാണെങ്കിൽ അൽ വന്നാൽ എന്താവും? നിങ്ങൾ സാങ്കല്പിക ലോകത്താണുള്ളത്. അൽ മർഉ ആണ്. അല്ലെ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇമ്രുൻ എന്ന വാക്കാണ് അൽ വന്നാൽ മർഉൻ എന്നായി മാറുന്നത്. അപ്പോ ഇമ്രുൻ എന്നത് സ്ത്രീലിംഗം ഇമ്രഅത്തുൻ. അൽ വന്നാൽ ഇമ്രഅത്തിന് അൽ വന്നാൽ അൽ മർഅത്തു. ഇനി ഇമ്രുൻ എന്ന ആ വാക്ക് ഏതെങ്കിലും രൂപത്തിൽ വരും. ഇമ്രുൻ എന്ന ആ വാക്ക് അലം ചേരുന്നില്ല. നമ്മള് അമ്മ ജുസയിൽ പഠിച്ചില്ലേ? സൂറത്ത് അബസ്. ലികുല്ലി ഇംരിഇൻ. അപ്പൊ എന്താ? ഇമ്രുഉൻ എന്നത് ദമ്മ് ചെയ്യപ്പെട്ട രൂപമാണ്. കസ്ർ ചെയ്യപ്പെട്ട രൂപം വരുമ്പോൾ ഇംരിഇൻ എന്ന് പറയും. ഇംരിഇൻ. അപ്പോ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇൻ ശഅനുൻ യുഗ്നീഹി. ഇനി ഇമ്രുഉൻ ദമ്മ് ചെയ്യപ്പെട്ടതാണ്, ഇംരിഇൻ കസ്ർ ചെയ്യപ്പെട്ടതാണ്, ഫത്ഹ ചെയ്യപ്പെട്ടെങ്കിൽ വരും അപ്പൊ ഫത്ഹ ചെയ്യപ്പെട്ട രൂപം ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ?
മാക്കാൻ അബൂക്കി ഇമ്രഅ സൗഇൻ. ആ കാനയുടെ ഖബർ എന്തായിരിക്കണം? നസ്ബായിരിക്കും അല്ലേ? കാനയുടെ ഖബർ മാക്കാന അബൂക്കി. അബു എന്താണ്? കാനയുടെ മുബ്തദയാണ്, കാനയുടെ ഇസ്മാണ്. ഇമ്ര എന്താണ്? കാനയുടെ ഖബർ. അപ്പൊ എന്താ? ഇമ്രഅ എന്നാണ് പറയുന്നത്. ഇമ്രഇന് അടുത്ത വാക്കിലേക്ക് ഇളാവത്ത് ചെയ്തുകൊണ്ട് അവിടെ തൻവീനില്ല. ഇമ്രഅ സൗഇൻ. സൗഇന്റെ മറ്റൊരു രൂപമാണ് സൗ, മോശക്കാരൻ അല്ലെങ്കിൽ തിന്ന. അപ്പോ ഇമ്രഅ സൗഇൻ, സൗഇനോട് ഇളാവത്ത് ചെയ്തുകൊണ്ട് പിന്നെ തൻവീനില്ല. തൻവീൻ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അപ്പോ ഫത്തഹ വന്നപ്പോൾ, നസ്ബ് വന്നപ്പോൾ ഇമ്രഅ സൗഇൻ, ലം വന്നപ്പോൾ ഇമ്രുഉൻ ഹലക, കസ്ർ വന്നപ്പോൾ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നിഹി. ഓക്കെ, ഇൻ ഇമ്രുഉൻ ഹലക ലൈസ ലഹു വലദുൻ വലഹു ഉഖ്തുൻ. ഇവിടെ കലാലത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പൊ കലാലത്തിന്റെ വാപ്പ ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് പറയുന്നില്ല ഇവിടെ. ഇവിടെ പറയുന്നത് വലഹു അഖുൻ ലൈസ ലഹു വലദുൻ എന്നാണ്, മക്കളില്ല എന്നാണ്. പക്ഷെ കലാലത്ത് എന്ന വാക്കിന് പിതാവ് ഇല്ലാത്തത് എന്നുകൂടി അർത്ഥമുള്ളത് കൊണ്ട് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. കലാലത്ത് എന്നാൽ പിതാവും പുത്രനും ഇല്ലാത്തതാണ്. അതേസമയം ഇവിടെ മക്കളില്ല എന്ന് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ലൈസ ലഹു പാരന്റ്സ് എന്ന് പറയില്ല, പിതാവ് മാത്രം ഇല്ലാത്തതാണ് അല്ലെ? ഏത്? പിതാവ് മാത്രമാണോ അതോ പാരന്റ്സ് മൊത്തത്തിലാണോ? പേരൻസ് മാതാപിതാക്കൾ. അതാണ് അസില് എന്ന് ഞാൻ പറഞ്ഞത്. അസില് അതായത് മേൽപോട്ടും കീഴ്പോട്ടും ഇല്ല, അവരുടെ പൂർവികരും ഇല്ല, പിൻഗാമിയും ഇല്ല. മാതാപിതാക്കളില്ല. അപ്പോ ലൈസ ലഹു വലദുൻ എന്നത് വലത് മാത്രമല്ല, യഥാർത്ഥത്തിൽ മാതാപിതാക്കളും ഇല്ല എന്നുകൂടി അർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ലൈസ ലഹു വലദുൻ, അവന് മക്കളില്ല. വലഹു ഉഖ്തുൻ, അതേസമയം അദ്ദേഹത്തിന് ഉഖ്തുണ്ട്, സഹോദരി. ഫലഹ നിസ്ഫു മാ തറക. നിസ്ഫ് ഭിന്നസംഖ്യകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭിന്നസംഖ്യകൾ. നിസ്ഫ് പകുതി, സുലുസ് മൂന്നിലൊന്ന്, റുബഅ് നാലിലൊന്ന്, റുബഅ് നാലിലൊന്ന്, പിന്നെ ഖുമുസ്, സുബഅ് അതൊക്കെ പഠിച്ചു. പിന്നെ മൂന്നിൽ രണ്ടാണെങ്കിൽ സുലുസൈനി അല്ലെങ്കിൽ സുലുസാനി. സുലുസാനിയാണ് ശരിയായ രൂപം. നെസ്ബ് ചെയ്യപ്പെടുമ്പോൾ സുലുസൈനി വരും. ഇവിടെ സുലുസ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സുലുസ വരുമ്പോഴത്തേക്ക് ഇളാഫത്ത് ചെയ്തിട്ടാണ് വന്നത്. നീ പോകുന്നത് ഇളാഫത്ത് ചെയ്യുമ്പോൾ. മാത്തറക്, അപ്പോ സഹോദരന്റെ പകുതി അവിടെ പോകും, സഹോദരി കിട്ടും. വഹുവ യരിസുഹ ഇല്ലം യകുൻ ലഹാ വലദ്. അപ്പൊ വഹുവ യരിസുഹ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എത്ര ഷെയറാന്ന് പറഞ്ഞിട്ടില്ല. വഹുവ അവൻ, ആ സഹോദരൻ, യരിസുഹ വരിസ യരിസു. വരിസ സുലൈമാനു ദാവൂദ എന്ന് മാവി പറഞ്ഞിട്ടുണ്ട് വേറെ സ്ഥലം. വരിസ അല്ലേ പറഞ്ഞത്? വരിസ സുലൈമാനു വായിച്ചിട്ടില്ലേ ഖുർആനിൽ? വരിസ വായിച്ചിട്ടുണ്ട്. വരിസ സുലൈമാനു ദാവൂദ എന്നാണ്. അപ്പം എന്തായി? വരിസ എരിസ എന്നാണ്. വറസ എന്നാണ് എഴുതിയത്. വരിസ എരിസു. നമ്മൾ ചിലപ്പോ ആ ഗ്രൂപ്പ് പഠിച്ചു കാണില്ല, അതാണ് പ്രശ്നം. നമ്മള് സെമിയ യസ്നാവേ പഠിച്ചോളൂ. അപ്പൊ വരിസ എരിസു എന്താണ്, റയർ ഗ്രൂപ്പാണ്. വഹുവ യരിസുഹ ഇല്ലം യകുൻ ലഹാ വലദ്.
അപ്പോ സഹോദരിക്ക് മക്കളില്ലെങ്കിൽ എന്താവും? വഹുവ യരിസുഹ, അവളുടെ അനന്തരാവകാശിയാവും. അങ്ങനെ വരുമ്പോ എന്തായി? ഫുള്ളാണ് കിട്ടുന്നത് സഹോദരൻ. സഹോദരന് അല്ലെ? ഫുള്ള് കിട്ടും. അപ്പൊ ഭർത്താവ് ഉണ്ടാവില്ലേ ഉസ്താദെ? അപ്പൊ എന്ത് ചെയ്യും? ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ ഓഹരി കൊടുക്കും ആദ്യം. ഭർത്താവിനൊപ്പം പകുതി കൊടുക്കും. അതെ. കാനത്ത എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരെ കുറിച്ചായിരിക്കും പറഞ്ഞത്? ഇവിടെയാണ് ലമീർ മടക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് സർവനാമം മുമ്പ് പറഞ്ഞ നാമത്തിലേക്ക് മടങ്ങണം എന്നാണ്. മുമ്പ് പറഞ്ഞ നാമത്തിലേക്ക് മടങ്ങും. അപ്പൊ കാനത്ത എന്ന് പറഞ്ഞാൽ അവൾ രണ്ടുപേരും, അവർ രണ്ടുപേരുണ്ടായിരുന്നാൽ, അപ്പൊ ആരാണ്? കാനത്ത എന്ന് പറഞ്ഞ ഉഖ്തിലേക്കാണ് മടങ്ങുള്ളൂ. സ്ത്രീലിംഗമായതുകൊണ്ട് ഉഖ്തിലേക്ക് മടങ്ങുള്ളൂ, സഹോദരനിലേക്ക് മടങ്ങില്ല. കാനത്ത ആ സഹോദരിമാർ രണ്ടുപേരുണ്ടെങ്കിൽ ഇസ്നതൈൻ. അപ്പൊ ദ്വിവചനം പഠിച്ചേ നമ്മള്. കാനത്ത് അവൾ ഒരു സ്ത്രീ ആയിരുന്നു, കാനത്ത അവൾ രണ്ട് സ്ത്രീ. കാനത്ത ഇസ്നതൈൻ, അവർ രണ്ടുപേരുണ്ടെങ്കിൽ ഫലഹുമ സുലുസാനി മിമ്മാ തറക്. അപ്പൊ 3/2. പോയതിന്റെ 3/2. അപ്പൊ സഹോദരന്മാരുണ്ടെങ്കിൽ, രണ്ട് സ്ത്രീയുടെ ഓഹരി അതെ, രണ്ട് സ്ത്രീയുടെ ഓഹരി ഒരു പുരുഷനോട്. കാരണം റിജാല ഖവ്വാമൂന അലൻ നിസാ, അവർക്കാണ് എല്ലാത്തിനും ഉത്തരവാദിത്വമുള്ളത്. സ്ത്രീക്ക് മഹർ കിട്ടിയത് പോലും പുരുഷൻ ചോദിക്കുന്നില്ല. സ്ത്രീക്ക് ശമ്പളം കിട്ടിയത് പുരുഷൻ പറയുന്നില്ല ചെലവഴിക്കണമെന്ന്. സ്ത്രീക്ക് ശമ്പളം കിട്ടിയാലും എന്ത് ചെയ്യണം? സ്ത്രീക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ സ്ത്രീയുടെ ചെലവ് മുഴുവൻ വഹിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പുരുഷനാണ്. നമ്മളെ സ്പോൺസർമാരിൽ ഒരാളുണ്ട്, അവര് പറയാറുണ്ട്, അവര് ഭർത്താവിന്റെ കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഭർത്താവും ഡോക്ടറോ ആ ഗ്രേഡിലുള്ളതാണ്, അവരും ഡോക്ടറാണ്. അപ്പോ സഹോദരി പറഞ്ഞത്, സ്റ്റുഡന്റ് ആണ്, അവർക്ക് കിട്ടുന്നത് മുഴുവൻ അവരെന്ത് ചെയ്യാണ്? അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങളും ചെലവുകളും ബാക്കിയെല്ലാം ഭർത്താവ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉസ്താദെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പ്രതിഫലം ഭർത്താവിനും കിട്ടണ്ടേ? ഏത്? ഭർത്താവിന് കിട്ടിക്കോട്ടെ, അല്ല, സദക്ക ചെയ്യുന്നതിന് ഒരാൾക്ക് പറ്റുന്ന ഭർത്താവ് ചെലവ് കഴിഞ്ഞിട്ടുള്ള ബാക്കി അവര് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് അവർക്ക് പ്രതിഫലം കിട്ടും. അവർക്ക് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പ്രതിഫലം കിട്ടും. കുടുംബത്തെ നേരായ രീതിയിൽ, ശരിയായ രീതിയിൽ അവർ ചെലവ് വഹിച്ചാൽ അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. പറഞ്ഞു വന്നത്, ഇസ്ലാം നിശ്ചയിക്കുന്ന ചില സംഗതികളിൽ എന്തില്ല, ചില പക്ഷപാതങ്ങളൊന്നുമില്ല. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് എന്ന സംഗതിയില്ല. അതേസമയം അവരവരുടെ ഉത്തരവാദിത്വം അനുസരിച്ചാണ് അവർക്ക് കൂടുതൽ ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ആ ഉത്തരവാദിത്വം വഹിക്കുകയും വേണം. അവരാ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുങ്ങിക്കളയാൻ പാടില്ല. അപ്പൊ ഹള്ള് എന്താണ്? ഹള്ള് ഓഹരി. ഓഹരി കിട്ടിയത് കൊണ്ട് ഭാഗ്യം സിദ്ധിച്ചു എന്ന അർത്ഥത്തിൽ ഹള്ളിന് ഭാഗ്യം എന്നും അർത്ഥം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. എവിടെ പഠിച്ചു നമ്മള്? അത് മാഇദയിലാണ്.
എന്തായാലും അന്ന് നേരത്തെ വന്നിട്ടുണ്ട്. അല്ലല്ലോ മനസ്സിലായി. യുബയ്യിനുല്ലാഹു ലക്കും അൻ തദില്ലു അന്യം അപൂർണക്രിയയും കൂടി ചേർന്നിട്ട് എന്തായി? നിങ്ങൾ വഴികേടിലാകുക എന്നത്. മസ്ദറായി. നിങ്ങൾ വഴികേടിലാകുക എന്നതിനാൽ അള്ളാഹ് നിങ്ങൾക്ക് തബയ്യനാക്കി തരും. ബയ്യന യുബയ്യിൻ, വ്യക്തമാക്കി തരും. യുബയ്യിനുല്ലാഹു ലക്കും അൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോകും, നിങ്ങൾ തെറ്റിപ്പോകും എന്നതിനാൽ. നിങ്ങൾ തെറ്റിപ്പോകും എന്നതിനാൽ അള്ളാഹ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അപ്പൊ അതിന്റെ അർത്ഥം തെറ്റിപ്പോകാതിരിക്കാൻ എന്ന് വരാം. തെറ്റിപ്പോകാതിരിക്കാൻ അങ്ങനെയും പറയലുണ്ട് വ്യാഖ്യാതാക്കള്. അല്ലാത്തതിലൂ, നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ നമുക്ക് അർത്ഥം നോക്കുമ്പോൾ സംശയം തോന്നും, ഇങ്ങനെ എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കുഴപ്പം വരില്ല. നിങ്ങൾ തെറ്റിപ്പോകും എന്നതിനാൽ അള്ളാഹ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. ഇതേപോലെ പ്രയോഗം വേറെയും ഉണ്ട്, പരസ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ എവിടെയോ വന്നിട്ടുണ്ട് മുമ്പേ. അതെ. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹ് എല്ലാ കാര്യത്തെ കുറിച്ചും ഇൽമ്, അഗാധ ജ്ഞാനമുള്ളവനാണ്, നന്നായി അറിയുന്നവനാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ മീറാസ് അല്ലെങ്കിൽ അനന്തരാവകാശമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് പറയുന്നത്. ആ ഒരു നിയമം വ്യക്തമാക്കി തന്നതിന് ശേഷം അള്ളാഹ് എന്ത് പറയുന്നു? അള്ളാഹ് എല്ലാത്തിനെ കുറിച്ചും നന്നായി അറിയുന്നവനാണ്. ഇത് ഒരു ഗ്രന്ഥകർത്താവും പറയാത്തൊരു വസ്തുതയാണ്. നമ്മൾ പലരും ഗ്രന്ഥകർത്താക്കൾ എഴുതുമ്പോൾ അവരൊരു നിയമം പറയും. ഞങ്ങൾ ഇത്ര വ്യക്തികളെ വെച്ച് പഠിച്ചതിന്റെ ഗവേഷണം നടത്തിയതിന്റെ ഫലമാണെന്ന് പറയും. എന്നതല്ലാതെ നമ്മുടെ വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ആരും പറയാം. അള്ളാഹ് ഓരോ നിയമം പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായി പറയുന്നുണ്ട്. അൽ ബഖറയിൽ നമ്മൾ പഠിച്ചു. അൽ ബഖറയിലെ കടത്തിന്റെ ആയത്ത് പറഞ്ഞിടത്ത് എന്ത് പറഞ്ഞത്? കടകടപാട് എഴുതി സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം എന്താ പറഞ്ഞത്? വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹ് എല്ലാത്തിനെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. അവിടെ നമുക്ക് സംശയാസ്പദമായ ചില സംഗതികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പുരുഷന് പകരം 2 സ്ത്രീകൾ സാക്ഷിയാകണം എന്നൊക്കെ പറഞ്ഞില്ലേ? അവസാനം എന്ത് പറഞ്ഞു? അള്ളാഹ് നന്നായിട്ട് അറിയുന്നവനാണ്. അതേപോലെ സൂറത്ത് നിസായിൽ തന്നെ നമ്മൾ പഠിച്ചല്ലോ. സൂറത്ത് നിസായില് വിവാഹബന്ധം നിഷിദ്ധമായവരുടെ കാര്യം പറഞ്ഞില്ലേ? അവിടെ എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ എന്ന് പറഞ്ഞു. വൽ മുഹ്സനാത്തു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് അയ്മാനുക്കും. അതാണ് അവസാനത്തെ പോയിന്റ്. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. അപ്പൊ അവിടെ ആരെ കല്യാണം കഴിക്കാം, ആരെ കല്യാണം കഴിച്ചുകൂടാ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടാകാം. എന്തുകൊണ്ട് അവരെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? അത് നമ്മുടെ അറിവിന് അപ്പുറമാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കിപ്പോൾ മനസ്സിലാകാത്തതൊന്നും ശരിയല്ല എന്നല്ല. മറിച്ച് എന്താണ്? അള്ളാഹ് മാനുഫാക്ചറാണ്, ക്രിയേറ്ററാണ്. അതുകൊണ്ട് സൃഷ്ടാവും നിയന്താവും പരിപാലകനും സംരക്ഷകനും ഒക്കെയാണ്. അവന് ഇതിന്റെ വരായികളൊക്കെ വ്യക്തമായി അറിയുന്നതാണ്. ഇങ്ങനെ ഓരോ നിയമങ്ങളെടുത്ത് നോക്കിയാലും അതിന്റെ അവസാനം ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ടാവും. ആ പറഞ്ഞതിന്റെ അർത്ഥം അലീമും ഹക്കീമും അതേപോലെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹ് അതിന് ഉത്തരവാദിയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ അവകാശമുള്ളവൻ അള്ളാഹ് മാത്രമാണ്. അത് അനന്തരാവകാശം പറഞ്ഞിടത്ത് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ? നേരത്തെ അനന്തരാവകാശം പറഞ്ഞപ്പോഴും പറഞ്ഞല്ലോ.
നേരത്തെ അനന്തരാവകാശം പറഞ്ഞപ്പോ അതിന്റെ അവസാനം എന്താ പറഞ്ഞത്? യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്രി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ പറഞ്ഞില്ലേ? അവസാനം ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. വല്ലാഹു അലീമുൻ ഹലീം. അതെവിടെ നിങ്ങൾ കാന അലീമുൻ ഹക്കീം വായിച്ച്? 11-ാമത്തെ ആയത്തിൽ. ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും. ഓക്കെ 11-ാമത്തേലും പറഞ്ഞു ഇന്നല്ലാഹ കാന അലീമുൻ ഹക്കീമ എന്ന് പറഞ്ഞു. അവസാനം 12-ലും പറഞ്ഞു വല്ലാഹു അലീമുൻ ഹലീം. അവിടെയൊക്കെ അള്ളാഹാണ് അറിവുള്ളവനെന്ന് ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ മീറാസിന്റെ അടുത്ത പോയിന്റ് വന്നപ്പോഴും അവിടെയും പറഞ്ഞു കാനല്ലാഹു അലീമൻ ഹകീമ. ആ 17-ാമത്തെ ആയത്ത്. അതിനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളിവിടെ തീർന്നിരിക്കുന്ന സൂറത്ത് നിസാ. പക്ഷെ സൂറത്ത് നിസാ നമ്മൾ റമദാനിന് മുമ്പ് തന്നെ ഇനി ക്ലാസ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വർക്ക് ചെയ്യാതിരുന്നുകൊണ്ട് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തേ ഉള്ളൂ. ഞാനത് ഓർക്കാഞ്ഞിട്ടല്ല, നമ്മൾ ഇനി എടുക്കില്ല. ഇത് നിങ്ങൾ പഠിക്കണം. റമദാനിൽ അത് നന്നായി പഠിക്കണം. വാക്കർത്ഥങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇതുവരെ പഠിച്ചതിൽ നിന്ന് എന്ത് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? നമ്മളെ പഠന രീതി വേറെ ഏതെങ്കിലും ഖുർആൻ പഠന വേദിയിൽ പഠിച്ചിട്ടുള്ളവരെങ്കിലും ഉണ്ടോ? അലീമൻ ഹക്കീമ എന്ന് പറഞ്ഞതിൽ അലീമൻ ഹക്കീമ അത് അവിടെ ഹിക്മത്തും അള്ളാഹ്ക്കാണ് അറിയുന്നത്. അതിന്റെ ഹിക്മത്തും അള്ളാഹ്ക്കാണ് അറിയുന്നതെന്നാണ്. അതെ. അപ്പൊ അത് രണ്ടും ഖബറാണോ അതോ ഒന്ന് ഖബറും ഒന്ന് സിഫത്തും ആണോ? അല്ലല്ല. അലീമൻ ഹക്കീമൻ ബദൽ. അലീമൻ ആണ്. പിന്നെ രണ്ടാമതൊന്നുള്ള പറയുന്നത് ആവർത്തി പറയണം. ബദലാണല്ലേ? അതിന്റെ സിഫത്ത് വരില്ല. കാരണം അലീമൻ ഹക്കീമൻ ഒന്ന് ബദലും ഒന്ന് ഖബറും വിശേഷണം വരില്ല. കാനല്ലാഹു അലീമൻ, അതോട് സെൻസ് പൂർത്തിയായി. അതെ. ഹക്കീമൻ എന്നാൽ പിന്നെ ബദലാണ്. ഒന്നും കൂടി പറയുന്നേ ഉള്ളൂ. അലീമാണ്, ഹക്കീമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനി അർ-റഹീം. ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറഞ്ഞതോടുകൂടി തീർന്നു. പിന്നെ റഹീം ബദലാണ്. അതിന്റെ വിശേഷണമാകാൻ പറ്റില്ല. അതെ. വിശേഷണം എന്ന് പറഞ്ഞാൽ ഈ ഗുണമുള്ളതായ അവൻ എന്നാണ്. അങ്ങനെയല്ല. അലീമായ ഹക്കീം എന്നല്ല. ഹക്കീമായ അലീം എന്നല്ല. രണ്ട് വേർഡാണല്ലോ. അലീമാണ്, ഹക്കീമാണ്. അതെ. ഓക്കെ. വേറെ ഏതെങ്കിലും ഖുർആൻ പഠന വേദിയിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഇല്ല. ഉസ്താദ് ഒരു സംശയം ചോദിച്ചോട്ടെ ഉസ്താദെ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ അൻതളില്ലു എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പഴച്ചു പോകുമെന്നതിനാൽ. അതുപോലെ തന്നെ മുമ്പ് വന്നിട്ടുള്ളതാണ് അൻതളിലു. അവിടെ എന്താണ്? അല്ല, ഇവിടെയും ഈ നെഗറ്റീവായി പറയുമ്പോ നമുക്ക് ആകെ അല്ല, അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ അങ്ങനെ അല്ലല്ലോ വന്നിരിക്കുന്നത്. ക്രിയാധാതുവായി. അതെ, ക്രിയാധാതു. അത് എത്രാമത്തെയാണ്? ഫലാ തത്തബ്യു എത്രാമത്തെയാണത്? 135. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു. അവിടെ എന്ത് ചെയ്തിരിക്കുന്നില്ല? അവിടെ നെഗറ്റീവ് ഒന്നും വരുന്നില്ല. അല്ല, എന്താന്ന് വെച്ചാല് നീതി പാലിക്കില്ല എന്ന് പാലിക്കുന്നതിന് തടസ്സമാകുമാറ്. നിങ്ങൾ തടസ്സമാകുമാറ് അങ്ങനെയൊക്കെ പറയാം. തടസ്സമാകുമാറ് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ദേഹേച്ഛയെ പിന്തുടരരുത്. അങ്ങനെയൊക്കെ പറയാം. അതായത് അറബിയുടെ ശൈലി വരുമ്പോൾ പിന്നെ നമ്മൾ മലയാളത്തിൽ വേറൊരു ശൈലിയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ വേറൊരു ശൈലിയിലേക്ക് പോയാൽ നമ്മൾ ആ ഭാഷയുടെ ശൈലിയിലേക്ക് നമ്മൾ പറഞ്ഞൊപ്പിക്കേണ്ടി വരും. നമുക്ക് ഇനി അതിന്റെ കാര്യമില്ല. ഇനി നമ്മൾ അറബി തന്നെ നിൽക്കുക.
പക്ഷെ നമുക്ക് അങ്ങനെ അൻ തഅദിലു നമ്മൾ അറബിയിൽ മാത്രം നമുക്ക് നോക്കുമ്പോ അതിന് അർത്ഥം കിട്ടുന്നുണ്ടോ? അൻ തഅദിലു നീതി പാലിക്കാതെ കിട്ടണമല്ലോ. അതായത് അതായത് നമ്മളെ കൺസെപ്റ്റ് കൂടെ നോക്കണം. ഖുർആൻ എന്ത് ചെയ്യില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയൂല. സാഹിത്യമാണ്, അതേപോലെ സംഗ്രഹമാണ്, അതേപോലെ എന്താ ഹൃദയത്തിൽ തട്ടുന്നതാണ്, എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ ഖുർആൻ പോലുള്ള ഇത്രയുള്ള ഖുർആൻ നമ്മൾ വളരെ വിശദമായി പറയണമെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? വളരെ വലിയൊരു ഗ്രന്ഥമായിരിക്കും അത്. സാധാരണക്കാർക്ക് അതിനെ സംബന്ധിച്ചോളം ഇതായിരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, ടാസ്ക് ആയിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് ചെയ്തിരിക്കുകയാണ്, സംഗ്രഹിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണ് കൺസെപ്റ്റ് എന്ന് നോക്കിയിട്ട് ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആശയം മനസ്സിലായത്. എന്താ പറയുന്നത്? വലാ തത്തബിൽ ഹവ, നിങ്ങൾ ദേഹേച്ഛയെ പിന്തുടരരുത്. ദേഹേച്ഛയെ പിന്തുടർന്നാൽ എന്ത് പറ്റും? തെറ്റായി പോകും, നിങ്ങൾ അനീതി കാണിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ് നീതി കൂടെ നിലകൊള്ളുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ദേഹേച്ഛയെ പിന്തുടരരുത്. ഓക്കെ, ഷേഖ് പോയാ? ഇല്ല. അപ്പൊ ഞാൻ ഞാൻ 3 കൊല്ലം നമ്മള് ശരിക്കൊന്നല്ല. ക്ലാസ് പഠിച്ചു. രണ്ട് ഷേഖാനിയും ഉണ്ട്. ഞാൻ ഷേഖ് എന്ന് പറഞ്ഞത് തങ്ങൾ എന്ന ടൈറ്റിൽ കൂടി ഉള്ളത് കൊണ്ടാ. അതിനുള്ള യോഗ്യത ഒന്നും ഇല്ല ഉസ്താദെ. തങ്ങളാണല്ലോ. തങ്ങന്മാരെ ബഹുമാനിച്ചില്ലേ മോശമാണെന്നാണ്. തങ്ങൾ ഫാമിലിയാണോ? അബൂബക്കർ സാഹിബ് തങ്ങളാണോ? അല്ല, ഞാൻ തങ്ങളുടെ ഫാമിലി ഒന്നല്ല. വേറെ തങ്ങളുണ്ട് നമുക്കിവിടെ. ഞാന് കൊല്ലത്ത് വയസ്സ് കൂടിയെന്നേ ഉള്ളൂ. പിന്നെ ഞാന് ഉസ്താദെ വേറെ നമ്മളൊരു അറബി മാഷുണ്ട്, അബ്ദുസലാം പാലപ്പറ്റാന്നാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. അപ്പൊ ആ ക്ലാസ്സിൽ 2-3 കൊല്ലം പോയിരുന്നു. അപ്പോ അതില് ഈ ആശയങ്ങളും ചരിത്രവും പറഞ്ഞു തരുന്നല്ലാതെ നമ്മളെ മനസ്സിനെ കൃത്യമായിട്ട് എന്തുകൊണ്ട് ആൻസറിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഉസ്താദിന് ക്ലാസ്സിൽ വന്നപ്പോ ഓരോരോ വാക്കും എങ്ങനെ അത് അങ്ങനെ വന്നു നമുക്ക് മനസ്സിലാവണു. അത് മാത്രല്ല, ആധുനിക ലോകത്തിൽ അതിന്റെ സ്ഥാനം എന്തെന്നും നമ്മളിപ്പോ ഈ 2 പോയിന്റുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് പാലപ്പറ്റയോട് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിരുന്നോ? ഞാൻ ഒരിക്കൽ പട്ടാളപ്പള്ളി വെച്ച് കണ്ടപ്പോ പറഞ്ഞിരുന്നു. എന്നാണ് ക്ലാസ് നിർത്തിയിട്ടോ ഇനി വേറെ ക്ലാസ്സിലാന്നുള്ളത്. അതെന്നാ പറഞ്ഞത്? അത് 2 കൊല്ലായി. 2 കൊല്ലമായി. ഞാനിപ്പോ 5 കൊല്ലായി നിങ്ങളടുത്ത്. ഞാനിതിന് ശേഷം ഒരു 2-3 മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തെ കണ്ടു, ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടച്ചുള്ള സംഭവം, അതായത് അണ്ടർസ്റ്റാൻഡ് ഖുർആനെ കുറിച്ച് കേട്ടിട്ടുള്ള ഭാവം കാണിച്ചില്ല. എനിവേ, അദ്ദേഹത്തോട് ഞാൻ പട്ടാളപ്പള്ളിയിൽ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് ഒരു സാധ്യതയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പോയത്. അപ്പൊ അത് പോസിറ്റീവായിട്ട് പ്രതികരിച്ചില്ല അദ്ദേഹം. അല്ല, അതിനെപ്പറ്റി ഒരു അഭിപ്രായം അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാന് വെസ്റ്റ് ഹിൽ പോളിടെക്നിക് വർക്ക് ചെയ്യുന്ന സമയത്ത് നടക്കാവ് പള്ളിയിലാണ് അങ്ങനെ ഒരു ഖത്തീബ് ഉണ്ടായിരുന്നത്. അപ്പൊ നടക്കാവ് പള്ളിയിൽ അങ്ങനെ ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ഒരു 3 കൊല്ലം അവിടെ ഉപയോഗപ്പെടുത്തിയതാ. അതിനുശേഷം നടക്കാവ് പള്ളിയിലോ പട്ടാളപ്പള്ളിയിലോ വേറൊരു പള്ളിയും കൂടെ ഉണ്ടല്ലോ അവരുടെ കീഴിൽ. ഇത് മൊയ്തീൻ പള്ളിയുണ്ട്. ഏതെങ്കിലും ഒരു പള്ളിയിൽ നമുക്ക് അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കമ്മിറ്റിക്കാരോടും ബന്ധപ്പെട്ടു. കമ്മിറ്റിക്കാർ പറഞ്ഞു പാലപ്പറ്റയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. പാലപ്പറ്റയോട് സംസാരിച്ചാൽ അദ്ദേഹം ഔപചാരികമായി അനുമതി തരികയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ കമ്മിറ്റിക്കാർ പറഞ്ഞത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആനുഷംഗികമായി കണ്ടപ്പോൾ ഞാൻ അവിടെ ഒരു ദിവസം ഫജ്ർ നമസ്കരിക്കാൻ ഉണ്ടായിരുന്നു. ഒന്നല്ല, ചില ദിവസങ്ങളിൽ അവിടെ ഫജ്ർ നമസ്കരിക്കാൻ പോകാറുണ്ട് പട്ടാളപ്പള്ളിയിൽ. ഞാൻ അവിടെ താമസിക്കുന്ന ദിവസങ്ങളിൽ, രാത്രി താമസിക്കുന്ന ദിവസങ്ങളിൽ പട്ടാളപ്പള്ളിയിലാണ് ഫജ്ർ നമസ്കരിക്കുന്നത്. അപ്പോ ഞായറാഴ്ചയാണ് അദ്ദേഹം അവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത്. 1-2 പ്രാവശ്യം അങ്ങനെ കാണാൻ സാധ്യതയുണ്ടായി. അതിലൊരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ഈ വിഷയം. ഞാൻ കമ്മിറ്റിക്കാർ പറഞ്ഞത് കൊണ്ട് മാത്രം അദ്ദേഹത്തോട് സംസാരിച്ചെന്നേ ഉള്ളൂ.
അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പരീക്ഷ നടത്തണം. നമ്മൾ കുറെ വർക്ക് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ പേര് ചോദ്യങ്ങളും ഉത്തരവൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ടൈം തരും. എത്ര ടൈം വേണ്ടത്? കുറച്ചധികം ടൈം വേണം ഇൻഷാ അല്ലാ. ഇതുപോലെ ഉണ്ടാവും ഉസ്താദ്. കുറച്ചധികം ടൈം എടുത്തു. ഇതുപോലെ ടൈം വേണം ഇൻഷാ അല്ലാ. നമ്മള് ഫുള്ള് ഗ്രാമറും അതിന്റെ പിന്നെ ആശയവും അർത്ഥവും എല്ലാം ചോദിക്കും. പക്ഷെ സമയം അധികം വേണമെന്നില്ല. നമ്മള് നോൻപിനൊക്കെ മറ്റേതിന്റെ വർക്കും അതും ഇതെല്ലായി, പിന്നെ നോൻപിന്റെ ആ, ഇത് അങ്ങനെയൊക്കെ സമയം സമയം. അധികം തരും. നമ്മൾ ഇപ്പൊ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എക്സാം ജൂൺ വരെ തീരും. ഇപ്പൊ ഫൈനൽ എക്സാം എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? വരുന്ന ഫൈനൽ എക്സാം എഴുതുന്ന ആരുമില്ല. അപ്പൊ ആ വരുന്ന ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എഴുതുക. ജൂണിലാണ് ജൂലൈ കൊടുത്തിരിക്കുന്നത്. അല്ലേ? ജൂണിൽ എന്ന് പറഞ്ഞാൽ ജൂണിൽ ഏത് ദിവസം വരെയാണോ എൻഗേജിലുള്ളത് അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയായിരിക്കും. ഞാൻ നോക്കിയിട്ട് ജൂണിലുള്ള ദിവസം ആയിരിക്കുന്നില്ല. ജൂലൈയിൽ വരുന്നതല്ല പറഞ്ഞില്ല. ജൂലൈയിലായിരിക്കുമോ? ജൂലൈയിലായിരിക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്ക് കണ്ടിന്യൂസ് ആഴ്ചയിൽ ഒരു എക്സാമാണ് നമ്മളിപ്പോ മാനേജ് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പൊ ജൂൺ 6 വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഏതായാലും അത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ആയിരിക്കും. പക്ഷെ അതാ നോക്കിയിട്ട് ഗ്രൂപ്പിൽ ഞാൻ അറിയിക്കാം. അതുവരെ നമ്മൾ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കാരണം കുറെ ക്ലാസ് കഴിഞ്ഞു, നമ്മൾ ഒരുപാട് കൂലങ്കഷമായി ചർച്ച ചെയ്തു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്രൂപ്പ് ലീഡറോട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. പ്രശ്നമൊന്നുമില്ല. ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഇപ്പോൾ ആൾക്കാർ ബോധവാന്മാരാണ്, അല്ലെങ്കിൽ ബോധവതികളാണ്. എന്താണ് നീ ചോദിക്കേണ്ടത്, എന്താണ് ചോദിക്കാൻ പാടില്ലാത്തത് എന്ന് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ കുഴപ്പം. വാക്കർത്ഥം, വ്യാകരണം, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഡയറക്റ്റ് ആശയം മനസ്സിലായില്ലെങ്കിലും വിശദീകരണത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയില്ല. കാരണം അതൊക്കെ നമ്മൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കേണ്ടതാണ്. ഖുർആൻ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ, നേർക്ക് നേരെ വരുന്നുണ്ടോ, നേരത്തെ നേരെ ആശയം മനസ്സിലാകുന്നുണ്ടോ, അതിൽ കോംപ്ലിക്കേഷൻ ഉണ്ടോ, ഗ്രാമർ കിട്ടാതെ വരുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യന്തം തുടക്കം മുതൽ അവസാനം വരെ സംശയം ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ ചോദിക്കണം. ഉസ്താദ് ഏതെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ പിന്നെ ഖുറാനിലെ ആയത്തുകൾ ചോദിക്കുവോ? അങ്ങനെ ചോദിച്ചാൽ എന്താ കുഴപ്പം? കിട്ടില്ല, അതാണ്. എന്തായാലും ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഇതുവരെയുള്ള പോളിസിയാണ്. നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ മടിപ്പിച്ച് കളയരുത്. വെറുപ്പിക്കുമെന്ന് പറയാം ചില ആൾക്കാർ. വെറുപ്പിച്ച് കളയരുതുണ്ട്. അതിൽ 1-2 അനുഭവം എനിക്കുണ്ട്. മുമ്പൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാം ചോദിക്കാറുണ്ട്. ചില സംഗതികളെ കെട്ടിക്കൊടുക്കാനായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. അത് ആ കെട്ടിക്കൊടുക്കേണ്ട രീതി ചോദിക്കുകയും ചെയ്യുക. അതെല്ലാം ഒഴിവാക്കി. അത് പാടില്ല ഉസ്താദ് അല്ലേ? അത് പാടില്ല അല്ലേ? ഹദീസിനും സുന്നത്തിനും വിരുദ്ധമാണല്ലോ അത്. നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇപ്പൊ കെട്ടിക്കൊടുക്കുള്ള ഒരു ആശയം നമ്മൾ എടുത്തിട്ട് അത് ഡിസ്കസ് ചെയ്ത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആൾക്കാർക്ക് അതിന്റെ സന്ദേശം എത്തിയെന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അത് തന്നെ ചോദിച്ച അയാളെ നെഗറ്റീവ് മാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുകയും പരീക്ഷ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നടത്തുകയും ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചാലും ആശയം നമുക്ക് എഴുതാൻ പറ്റണം എന്ന് വിചാരിച്ച് പഠിക്കുക. ആശയം എഴുതാൻ പറ്റുന്നവരും, പക്ഷേ അതെ, അല്ല ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കൺസെപ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇപ്പൊ ഹിഫ്ള് പഠനമൊക്കെ ഉണ്ടല്ലോ. ഹിഫ്ള് പഠനം നമ്മൾ ആശയം മനസ്സിലാക്കിയുള്ള പഠനമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. മോനെ പിന്നെ എന്താണ് അനന്തരാവകാശ നിയമങ്ങൾ വരുന്ന ആയത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എഴുതണം. കലാലയത്തിനെ കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എഴുതണം. അതെ, അങ്ങനെ ചോദിക്കല്ലേ. അതെ, ഞാൻ പറഞ്ഞ ഹിഫ്ള് പഠിച്ചവര് അതാണ് ചെയ്യേണ്ടത്. അതാണ് ഹിഫ്ള് പഠനം. അല്ലാതെ ഇങ്ങനെ കുറെ വാക്യങ്ങൾ കാണാൻ പഠിച്ചിട്ട് എന്താ ബെനിഫിറ്റ്? അതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. കുറെ ഹിഫ്ള് എന്താ പറയാ, ഇമാമത്ത് നിൽക്കാൻ, നമസ്കാരത്തിൽ പാരായണം ചെയ്യാൻ കുറച്ച് ആൾക്കാരെ കിട്ടുമെന്നല്ലാതെ അതിനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ.
അവർ ജീവിതത്തിൽ പകർത്താൻ പറ്റില്ല, ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വായിക്കുമ്പോൾ ആശയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. വായിക്കുമ്പോൾ ആശയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഇപ്പൊ വാക്കർത്ഥത്തിന്റെ തിരിച്ചും മറിച്ച് എന്തായാലും ചോദിക്കും. വാക്കർത്ഥം മീൻസ് ഇതിന്റെ ക്രിയാരൂപങ്ങൾ, രൂപഭേദങ്ങൾ. ഇപ്പൊ അഫ്ത യുഫ്തി, യുഫ്തിക്കും അതിലെ ക്രിയയുടെ മാവി എന്താണ് എന്ന് ചോദിക്കാം. യസ്തഫ്തൂനക അതിലെ അതെ മാവി എന്താണ് എന്ന് ചോദിക്കാം. ഇമ്രഉൻ ഏതെല്ലാം രൂപത്തിൽ വരാം? ഇമ്രഉൻ അല്ലില്ലാതെ ഏതെല്ലാം രൂപത്തിൽ വരാം? അതിന്റെ സ്ത്രീലിംഗം എന്തൊക്കെയാണ്? ഒന്നും കൂടി ഒന്ന് പറയുന്നത്. ഇമ്രഉൻ ഏതെല്ലാം രൂപത്തിൽ വരും എന്നുള്ളത് ഒന്നുകൂടി. ഇമ്രഉൻ, ഇമ്രഉൻ എന്നതാണ് അതിന്റെ യഥാർത്ഥ രൂപം. അതായത് ലമ്മുള്ളതാണ് നാമത്തിന്റെ അടിസ്ഥാന രൂപം, ലമ്മ് ചെയ്യപ്പെട്ടതാണ്. അപ്പോ ഇമ്രഉൻ ഇതിന്റെ ശരിയായ അർത്ഥം എന്താണ്? മനുഷ്യൻ. ഒരു ഡൗട്ട് കൊടുത്തേക്ക്. ഇമ്രഉൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ്. പക്ഷെ ചില സ്ഥലത്ത് ജെൻഡർ പ്രസക്തമായിരിക്കും. ജെൻഡർ പ്രസക്തമാകുന്നിടത്ത് മെയിലാണെങ്കിൽ മെയിൽ തന്നെ അർത്ഥം പറയാം. ഇവിടെ ഈ ഇമ്രഉൻ ഒരു പുരുഷൻ മരിച്ചു. അതിന്റെ മുഅന്നസാണ് ഇമ്രാത്ത്. അതിന്റെ മുഅന്നസാണ് ഇമ്രഅത്തുൻ. എഴുതുമ്പോൾ ഇവിടെ അവസാനത്തിൽ സാധാരണ ഹംസ ഒറ്റക്കല്ലേ നിൽക്കുക, ഇത് ഈ വാവിന്റെ മുകളിൽ നിൽക്കുന്നത്? കാരണം വാവിന്റെ മുകളിൽ നിൽക്കുന്നത് അവസാനം വരികയും തൊട്ട് മുമ്പുള്ളതിന് അതായത് പിന്നെ തൊട്ട് മുമ്പുള്ളതിന് ലമ്മ് ആയതുകൊണ്ടാണ്. അതേസമയം ഇമ്രഅ സൗഇൻ എന്ന് പറഞ്ഞെടുത്ത് എന്താണുള്ളതെന്ന് നോക്കുക. ഇമ്രഅ എന്ന് പറഞ്ഞെടുത്ത് റാഉം അലിഫിന്റെ മുകളിലായിരിക്കും ഹംസ ഉണ്ടാവുക. ഇവിടെ ഈ ഇന്ന് വന്നതുകൊണ്ട് എന്ന് പറഞ്ഞെടുത്ത് റാഇന് കെസറാണ്. അപ്പൊ അതുകൊണ്ട് യാഇന്റെ താഴെ ഉണ്ടാവുക. യാഇന്റെ താഴെ എഴുതും. ഇവിടെ ഇന്ന് വന്നത് കൊണ്ടുള്ള ചേഞ്ച് എന്താ? അപ്പൊ ഇൻ വന്നത് കൊണ്ടോ? ഇൻ വന്നത് കൊണ്ട് ഇൻ ക്രിയ അപൂർണ ക്രിയക്ക് എന്ത് ചെയ്യാണ്? അപൂർണ ക്രിയക്കാണ് എന്ത് ചെയ്യുന്നത്? ജസ്മ ചെയ്യുന്നത്. ഇവിടെ അപൂർണ ക്രിയയല്ല വന്നിരിക്കുന്നത്, ഇവിടെ നാമമാണ്. അതുകൊണ്ട് ഇവിടെ വേറെ അമലൊന്നുമില്ല. ആ പദത്തിന് വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. ഇന്നിന് ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പൊ ഇനി ഇമ്രോ എന്നുള്ളതിന്റെ ശരിയായ അത് ചേർന്നിട്ടുള്ള അർത്ഥം എന്താണ്? ഇനിമ്രഉൻ ഒരു ഹലക്ക ഒരാൾ മരിച്ചാൽ, മരിച്ചുവെങ്കിൽ ലൈസലഹു വലദുൻ അവന് മക്കളില്ല, വലഹു ഉഖ്തുൻ അവനൊരു സഹോദരിയുണ്ട്, വലഹാ നിസ്ഫു മാ തറക്. അപ്പൊ ഇവിടെ ഇന്നിന്റെ കണ്ടീഷൻ ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫലഹാ ഉഖ്തുൻ ഫലഹാ നിസ്ഫു മാ തറക്. ഇൻ വന്നത് എന്താണ്? കണ്ടീഷണൽ ഇൻ തന്നെയാണ്. പക്ഷെ അവിടെ അപൂർണ ക്രിയ വന്നില്ലെന്നേ ഉള്ളൂ. അതിന്റെ റിസൾട്ട് ആണ് ഫലഹാ നിസ്ഫു മാ തറക്. ഇമ്രഉൻ ഓക്കെ. ഇമ്രഉൻ ലമ്മ് ചെയ്യപ്പെട്ടതാണെങ്കിൽ വാവിന്റെ ഇമ്രഉൻ എന്ന് പറയും. റാഇൻ ലമ്മായിരിക്കും. ഇംരിഇൻ അതായത് അതിന്റെ അന്ത്യം കസ്ർ ചെയ്യപ്പെട്ടതാണെങ്കിൽ റാഇന് കസ്റായിരിക്കും. ഇംരിഇൻ എന്നായിരിക്കും പറയുക. സൂറത്തു അബസ് ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇൻ ശഅ്നുൻ യുഗ്നീഹി. പിന്നെ ഫതഹ ചെയ്യപ്പെട്ടതാണെങ്കിൽ റാഇന് ഫതഹായിരിക്കും. മാ കാന അബൂക ഇംറഅ സൗഇൻ സൂറത്തു മറിയം. അലിഫിന്റെ മുകളിൽ തന്നെ ഹംസ ഇടുന്നത് മറ്റേ ആണോ? നിങ്ങൾ നോക്കുക എനിക്ക് ഓർമ്മയില്ല. മറിയം നോക്കുക. എല്ലാം ഞാൻ തന്നെ നോക്കി പിടിക്കാൻ പറഞ്ഞു നടക്കൂലോ. കുറച്ച് വർക്ക് ചെയ്യണം. എത്രാമത്തായത്? അതെ ഇമ്ര. ഞാൻ ഐഡിയ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. പത്തതിന്റെ അലിഫിന്റെ മുകളിലായിരിക്കും. അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ അതിന്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ആയിരിക്കണം എന്ന് നിയമം വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇത് അങ്ങനെ തന്നെയാണ് പ്രിന്റിലുള്ളത്. 28ാമത്തെ സൂക്തം. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക ഇംറഅ സൗഇൻ.
സൗകര്യം. ഓക്കെ. കലാലത്ത് അർത്ഥം കലാലത്തുൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും ഇല്ലാതെ മരിച്ചയാള്. ഭാര്യയും ഒന്നുമില്ലാതെ അല്ലേ?